നടനും ബി.ജെ.പി. നേതാവുമായ ജി കൃഷ്ണകുമാറിന്റെ മകളുടെ സ്ഥാപനത്തിലെ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ നിർണായക വഴിത്തിരിവ്. യുവതികളുടെ അക്കൗണ്ടിൽ 66 ലക്ഷം രൂപ എത്തിയെന്ന് കണ്ടെത്തി. കഴിഞ്ഞ ഒരു വർഷത്തിനിടെയാണ് യുവതികളുടെ അക്കൗണ്ടിൽ 66 ലക്ഷം രൂപ എത്തിയത്. ജീവനക്കാരികളായ 3 പേരുടെയും അക്കൗണ്ടുകളിലൂടെയാണ് ഈ പണമെത്തിയത്. മൂവരുടെയും ബാങ്ക് വിവരങ്ങൾ പ്രത്യേകം പരിശോധിക്കും. പ്രതികളോട് സ്റ്റേഷനിൽ ഹാജരാകാൻ പോലീസ് നിർദ്ദേശിച്ചു. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു. പ്രശാന്ത്, നടനും ബി.ജെ.പി. നേതാവുമായ ജി കൃഷ്ണകുമാറിന്റെ മകളുടെ സ്ഥാപനത്തിലെ ജീവനക്കാരികളുടെ തട്ടിപ്പ് സംബന്ധിച്ചുള്ള വിവരങ്ങൾക്ക് കൂടുതൽ വ്യക്തത വരികയാണ്. അവർ പറയുന്ന വാദങ്ങളൊക്കെ പച്ചക്കള്ളമാണെന്ന് തെളിയുകയാണ്. അവസാന അന്വേഷണത്തിൽ പോലീസിന് ലഭിച്ചിരിക്കുന്ന ഈ ബാങ്ക് വിവരങ്ങളുടെ പട്ടിക എങ്ങനെയാണ് ഇതൊക്കെ സൂചിപ്പിക്കുന്നത്? രോഹിണി, ഈ 3 പേരുടെയും ബാങ്ക് വിവരങ്ങൾ പോലീസ് പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് 66 ലക്ഷം രൂപ അക്കൗണ്ടിൽ എത്തിയതായുള്ള വിവരം പോലീസിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. അതായത് ഒരു അക്കൗണ്ടിലേക്കല്ല ഈ 66 ലക്ഷം രൂപ എത്തിയത്, 3 പേരുടെയും അക്കൗണ്ടിലായി 66 ലക്ഷം രൂപ എത്തിയെന്നാണ് പോലീസ് പറയുന്നത്. അതിൽ എത്ര രൂപ വെച്ചാണ് ഓരോരുത്തരുടെയും അക്കൗണ്ടിൽ എത്തിയത് എന്നതടക്കമുള്ള കാര്യത്തിൽ പോലീസിന് ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവരുടെ 3 പേരുടെയും അക്കൗണ്ടുകൾ സോർട്ട് ഔട്ട് ചെയ്ത് പരിശോധിക്കാനാണ് ഇപ്പോൾ പോലീസ് തയ്യാറെടുക്കുന്നത്. എന്തായാലും നേരത്തെ ജി കൃഷ്ണകുമാറും അതോടൊപ്പം തന്നെ മകൾ ദിയയും പരാതിയിൽ പറഞ്ഞതുപോലെ തന്നെ ആ 69 ലക്ഷം രൂപ പറഞ്ഞുവെങ്കിൽ അതിന് സമാനമായ രീതിയിൽ തന്നെ 66 ലക്ഷം രൂപ പരാതിയിൽ പറഞ്ഞ കാലം, അതായത് ഒരു വർഷക്കാലത്തിനുള്ളിൽ തന്നെ 66 ലക്ഷം രൂപ ഈ അക്കൗണ്ടിലൂടെ വന്നു എന്നതിന് തെളിവുകൾ പോലീസിന് ഇപ്പോൾ ലഭിച്ചു എന്നാണ് ഏറ്റവും പുതുതായിട്ട് നമുക്ക് പറയാനുള്ളത്. അതിൽ 3 പേരുടെയും ഈ പ്രതികളായിട്ടുള്ള ഈ പരാതിയിൽപ്പെടുന്ന, അതായത് ഈ ദിയയുടെ കടയിലെ ജീവനക്കാരികളായ 3 പേരുടെയും അക്കൗണ്ടുകളിലായിട്ടാണ് ഇപ്പോൾ 66 ലക്ഷം രൂപ എത്തിയിരിക്കുന്നത്. 66 ലക്ഷം രൂപ എത്തിയതിന് സ്ഥിരീകരണവും വന്നിരിക്കുന്നുണ്ട്. പോലീസ് ഇനി അത് കുറച്ചുകൂടി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. മാത്രമല്ല ഈ സ്റ്റേറ്റ്മെന്റുകളിലും അതോടൊപ്പം തന്നെ മറ്റ് മാർഗങ്ങളിലൂടെ പൈസ എത്തിയോ എന്നതടക്കമുള്ള കാര്യങ്ങളും പോലീസ് പരിശോധിക്കുകയും ചെയ്തുകൊണ്ട് ഇതിൽ QR കോഡ് വഴി എത്തിയത് എത്ര രൂപയെന്നും അതോടൊപ്പം തന്നെ അല്ലാത്ത മറ്റേതെങ്കിലും രീതിയിൽ പൈസ എത്തിയിട്ടുണ്ടോ അല്ലെങ്കിൽ ഇവരുടേതായ രീതിയിൽ പൈസ വേറെ സ്വീകരിച്ചിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഇനി വ്യക്തത വരേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഓരോരുത്തരുടെയും അക്കൗണ്ടുകൾ, ഓരോ ജീവനക്കാരുടെയും അക്കൗണ്ടുകൾ പ്രത്യേകമായിട്ട് അത് സോർട്ട് ഔട്ട് ചെയ്തതിന് ശേഷം എത്ര രൂപയാണ് QR കോഡ് വഴി വന്നത്, മറ്റ് മാർഗങ്ങളിലൂടെ എത്ര രൂപ വന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ അത് പരിശോധിച്ചതിന് ശേഷം മാത്രമായിരിക്കും കൂടുതൽ വിവരങ്ങൾ പോലീസിന് ഇതിൽ പറയാൻ കഴിയുക. എന്തായാലും നിർണായകമായ ഒരു വഴിത്തിരിവ് തന്നെയാണ് ഈ കേസിൽ ഉണ്ടായിരിക്കുന്നത്. 66 ലക്ഷം രൂപ ഈ പെൺകുട്ടികളുടെ, അതായത് ജീവനക്കാരികളുടെ അക്കൗണ്ടിൽ എത്തി എന്നതിന് പോലീസിന് തെളിവ് ലഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങളും കൂടുതൽ ബാങ്ക് സ്റ്റേറ്റ്മെന്റുകളടക്കം പോലീസ് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെ നേരിട്ട് വിളിച്ചിരുത്തിയും പോലീസ് ഈ വിഷയത്തിൽ ചോദ്യം ചെയ്യാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അങ്ങനെ പോലീസ് ഇവരെ നേരിട്ട് വിളിക്കാനായിട്ടുള്ള ശ്രമം നടത്തിയെങ്കിൽ പോലും ആദ്യം കണ്ടെത്താൻ കഴിയില്ല. യുവതികൾ ഒളിവിൽ പോയി എന്നാണ് ഇപ്പോൾ നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം 2 തവണ പോലീസ് യുവതികളുടെ വീട്ടിലെത്തി ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ, മൊഴി രേഖപ്പെടുത്തുന്നതിനും ഹാജരാകാൻ എത്താൻ പറഞ്ഞിരുന്നെങ്കിൽ പോലും ഈ 3 പേരും വീട്ടിലുണ്ടായിരുന്നില്ല. വക്കീലിനെ കാണാൻ പോയതാണെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. എന്നാൽ മൂവരെയും 2 തവണ എത്തിയെങ്കിൽ പോലും കോൺടാക്ട് ചെയ്യാൻ, ബന്ധപ്പെടാൻ ഒരു നിഗമനം. പ്രശാന്ത്, എന്തായാലും ഇതിപ്പോൾ വളരെ നിർണായകമായ ഒരു വഴിത്തിരിവിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. ഈ ജീവനക്കാരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ ജി കൃഷ്ണകുമാറും മകളും ആരോപിച്ച ആ തുക എത്തിച്ചേർന്നിട്ടുണ്ട് എന്നുള്ളതും വ്യക്തമാണ്. ആ ബാങ്ക് അക്കൗണ്ടുകളിലൂടെ തന്നെയാണ് ഈ പണമിടപാട് നടന്നത് എന്നുള്ളത് കൂടി വ്യക്തമാകുമ്പോൾ പോലീസിനെ ഇനി ഇവരെ ചോദ്യം ചെയ്യാൻ വലിയ നിയമ തടസ്സമൊന്നും നേരിടുന്നില്ല. പക്ഷേ നിലവിൽ ഇപ്പോൾ ഇതൊക്കെ വെളിച്ചത്തായപ്പോൾ തന്നെ ഈ 3 പേരും ഒളിവിലാണ് എന്നുള്ളതാണ്. പോലീസ് കണ്ടുപിടിക്കുന്നതിനായിട്ടുള്ള തീവ്രശ്രമങ്ങൾ നടത്തുന്നുണ്ടോ, അതോ നേരത്തെ തന്നെ ജി കൃഷ്ണകുമാർ ആരോപണം ഉന്നയിച്ചിരുന്നു പോലീസിൽ ഇതിലൊരു ചെറിയ രീതിയിലുള്ളൊരു അലംഭാവം തുടക്കത്തിൽ ഉണ്ടായിരുന്നു, ഒരു ഇഴഞ്ഞു നീങ്ങുന്ന സമീപനം ഉണ്ടായിരുന്നു എന്നുള്ളത്. ഇപ്പോൾ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായ സ്ഥിതിക്ക് ഇനിയിപ്പോൾ അന്വേഷണം ഊർജിതമാക്കിയല്ലേ മതിയാകുകയുള്ളൂ പോലീസിനെ സംബന്ധിച്ചിടത്തോളം? രോഹിണി, തീർച്ചയായും ഈ പോലീസ് ഈ വിഷയത്തിലൊരു അലംഭാവം കാണിച്ചു എന്നത് കൃഷ്ണകുമാർ തുടക്കത്തിൽ തന്നെ ആക്ഷേപമായിട്ട് ഉന്നയിച്ചിരുന്നു. കഴിഞ്ഞ ദിവസവും അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഈ വിവരം ഒന്നുകൂടി ആവർത്തിക്കുകയും ചെയ്തിരുന്നു. കാരണം ഒരു സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട്, ഒരു സ്ഥാപനത്തിലെ സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പരാതിപ്പെടുമ്പോൾ ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ അതും ഇത്രയും വലിയ തുക 69 ലക്ഷത്തിനടുത്ത് രൂപ സാമ്പത്തിക തട്ടിപ്പ് നടത്തി ജീവനക്കാരികൾ നടത്തിയെന്നടക്കമുള്ള ചൂണ്ടിക്കാണിച്ചുകൊണ്ടൊരു പരാതിപ്പെടുമ്പോൾ ആ പരാതിന്മേൽ ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ എടുത്തുകൊണ്ടോ അല്ലെങ്കിൽ മറ്റ് മാർഗങ്ങൾ വഴിയോ ഈ യുവതികളെ വിളിച്ചു വരുത്തിയോ
ചെയ്യുകയോ ചോദ്യം ചെയ്തുകൊണ്ട് അതിൽ കേസിലെ അന്വേഷണം മുന്നോട്ട് പോകുന്നതിന് പകരം ഈ പോലീസ് സ്വീകരിച്ചത് ഈ ജി കൃഷ്ണകുമാറിനും കുടുംബത്തിനുമെതിരായിട്ടുള്ളൊരു പരാതി ഈ യുവതികൾ നൽകിയിരുന്നു. ആ യുവതികൾ നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ആ പരാതിന്മേൽ ഈ കൃഷ്ണകുമാറിനെ ചോദ്യം ചെയ്യാനും കൃഷ്ണകുമാറിനെതിരെ നടപടി സ്വീകരിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്കാണ് പോലീസ് എത്തിയതെന്നാണ് കൃഷ്ണകുമാർ നേരത്തെ ആക്ഷേപമായി ഉന്നയിച്ചത്. ആ പരാതിയിൽ തന്നെ ആദ്യം തന്നെ ഇവർ മുന്നോട്ട് വെച്ചിരുന്നു. ആരെയും തന്നെ ശരി പ്രശാന്ത് തുടരുക, ഞാനൊന്ന് ഇടപെടുകയാണ്. ഇപ്പോൾ ജി കൃഷ്ണകുമാർ തന്നെ നമ്മോടൊപ്പം ചേരുന്നുണ്ട് ടെലിഫോൺ ലൈനിൽ. ശ്രീ ജി കൃഷ്ണകുമാർ, എന്തായാലും സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമായ ഒരു വഴിത്തിരിവിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. 66 ലക്ഷം രൂപ ഈ യുവതികളുടെ അക്കൗണ്ടിൽ എത്തിയിട്ടുണ്ട് എന്നാണല്ലോ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. താങ്കൾ ഇതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ആദ്യം തന്നെ ഇത് കൃത്യമായിട്ട് അന്വേഷിച്ച് ഇതിന്റെ വിവരങ്ങൾ പുറത്തു കൊണ്ടുവന്ന പോലീസിന് അഭിനന്ദനങ്ങൾ. അതുപോലെ ഇതിന് എല്ലാ സഹായ സഹകരണം തന്ന എല്ലാ മീഡിയ ചാനലുകൾക്കും, പ്രത്യേകിച്ച് ജനൻ ടിവിക്കും എന്റെയും എന്റെ കുടുംബത്തിനും നന്ദി. ഒപ്പം കൂടെ നിന്ന എല്ലാ മലയാളി പൊതുസമൂഹത്തിനും നന്ദി. ഇത് ഞങ്ങള് ആദ്യം തൊട്ട് നമ്മൾ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സത്യം മാത്രം പറയുന്നു. അതുപോലും ഫിഗേഴ്സ് നമുക്ക് ഉദ്ദേശം വെച്ചാണ് ഞങ്ങൾ കണക്കെടുക്കുന്നത്. അപ്പോഴും ഞങ്ങൾക്ക് ചെറിയ സംശയം 69 ഉണ്ടോ, ഈ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തിട്ടുണ്ട്, ഇനി ഇതിൽ കൂടുതലാണോ കുറവാണോ. കാരണം അതുകൊണ്ടാണ് ഏകദേശം 69 ഞങ്ങൾ പറയുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പോ ഞങ്ങൾ പറഞ്ഞ ആ ഫിഗറിന്റെ അടുത്ത് തന്നെ എത്തിയിരിക്കുന്നു. ഇതിനും പുറമെ ആക്ച്വലി നമുക്ക് കണക്ക് കാണിക്കാൻ പറ്റാത്ത സംഭവം, അതായത് അവർ ക്യാഷായി പലപ്പോഴും വാങ്ങിച്ചിരിക്കുന്നതൊക്കെ ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് ആൾക്കാർ അയച്ചിരിക്കുക, ഞങ്ങൾ ഇത്ര രൂപയ്ക്ക് വാങ്ങിച്ചു. ഇതിനു പുറമെ സ്റ്റോക്ക് മിസ്സായിരിക്കുന്നു. അതായത് ഇവരിവിടുന്ന് സാധനം എടുത്തുകൊണ്ട് പുറത്ത് വിറ്റിരിക്കുന്നു. ഇതിനൊന്നും നമുക്ക് തെളിവ് പോലും കാണിക്കാൻ പറ്റില്ല. മേ ബി സ്റ്റോക്കിന്റെ ഒരു ഓഡിറ്റ് നടത്തിയാൽ പറ്റും. പക്ഷെ ഇത് മനസ്സിലാക്കുന്ന വെച്ചാൽ, കേരളത്തില് കച്ചവടം ചെയ്യുന്നവർ അവർക്കെല്ലാവർക്കും ഇതൊരു വാർണിംഗ് ആണ്. കാരണം നമ്മുടെ കൺമുമ്പിൽ നിന്നാണ് പോകുന്നത്. ചിലർ പറയും അശ്രദ്ധ, മറ്റു കാര്യങ്ങളിലൊക്കെ പറയും. പക്ഷെ അപ്പോഴും നമ്മൾ മനസ്സിലാക്കണം പറയോ, നമ്മൾ ഒരു ആൾക്കാര് നമുക്ക് എന്നും ഉറപ്പിൽ നിൽക്കാൻ പറ്റില്ലായിരിക്കും, നമ്മൾ വിശ്വസിച്ച് ചെയ്യിപ്പിക്കും. അപ്പൊ പലരും ഇതിനകത്ത് പല ചാനലിൽ പോലും ഞങ്ങളെ കുറച്ച് മണിക്കൂറുകൾ ഞങ്ങളെ പ്രതിസ്ഥാനത്ത് നിർത്തി പറയുന്നുണ്ടായിരുന്നു, ഇത് കള്ളക്കണക്കാണ്, ടാക്സിന്റെ പ്രശ്നം, അത് ഇതെന്നൊക്കെ. ഇന്ന് ഈ അദൃശ്യ കരങ്ങൾ എന്ന് പറയും, നമ്മൾ ദൈവം എന്നൊക്കെ പറയില്ലേ, അത്തരം ഒരു ശക്തിയാണ് ഇതിനകത്ത് വർക്ക് ചെയ്യുന്നത്. കാരണം പോലീസ് സേനയ്ക്ക് കൃത്യമായിട്ട് ഇത് അന്വേഷിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാകുന്നു. അവരന്വേഷിക്കുന്നു. അവരന്വേഷിച്ചതിന് ശേഷം ഇപ്പോൾ തെളിവുകൾ പുറത്തു വരുന്നു. വലിയൊരു റിലീഫാണ്, വലിയൊരു ആശ്വാസമാണ്, സമാധാനമാണ് ഞങ്ങൾക്ക്. ശ്രീ കൃഷ്ണകുമാർ, അതുമാത്രമല്ല, ഈ ജീവനക്കാർ താങ്കൾക്കെതിരെ ചില ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നല്ലോ. നിലവിലിപ്പോൾ തെളിവുകളൊക്കെ ഇവർക്കെതിരാകുകയാണ് എന്ന് വരുമ്പോൾ, ഇവരിപ്പോൾ ഒളിവിലാണ്, ഇതുവരെ പോലീസിനെ കണ്ടെത്താനും കഴിഞ്ഞിട്ടില്ല. എന്തായാലും വലിയൊരു ആശ്വാസം തന്നെയല്ലേ താങ്കൾക്കും കുടുംബത്തിനും ഇതുമൂലം ഉണ്ടാകുന്നത്? കാരണം പറഞ്ഞിരുന്ന വാദഗതികളെല്ലാം അക്ഷരം പ്രതി ശരിയാണ് എന്നുള്ളത് ഈ അവസാന മണിക്കൂറുകളിൽ തെളിയുകയല്ലേ? അവിടെയാണ് നമ്മൾ എപ്പോഴും നമ്മുടെ മക്കൾക്ക് നമ്മൾ കള്ളം എന്നൊരു സാധനം ജീവിതത്തിൽ പറയരുതെന്ന് നിർബന്ധമായും ശീലിപ്പിക്കണം. ഏത് അവസ്ഥയിലാണെങ്കിലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് എങ്ങനെയെങ്കിലും കറങ്ങി തിരിഞ്ഞു വരും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവര് ഉന്നയിച്ച ആരോപണങ്ങൾ നിങ്ങൾക്കെല്ലാം അറിയാം. ജയിലിടിഞ്ഞ വിളി വരാൻ പറ്റാത്ത വകുപ്പുകളാണ് എടുത്തിട്ട്. ഇതിപ്പോ ഒരു സ്ഥിരം സ്റ്റൈലായിരിക്കുകയാണ് ചില കാര്യങ്ങൾ. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു തരാം, നമ്മൾ ജാതി മത കാർഡുകൾ ഒരിടത്തും ഉപയോഗിക്കാതിരിക്കുക. കാരണം ഇത് ചെയ്യുമ്പോൾ എന്ത് പറ്റും വെച്ചാൽ, ആ ജാതിയിലോ മതത്തിലോ പെടുന്നവർക്ക് തന്നെ അത് ദോഷമായി തിരിഞ്ഞു വരും, അവർക്കുള്ള ജോലി സാധ്യതകൾ. കാരണം എല്ലാ ജാതിയിലും കുഴപ്പക്കാരുണ്ട്, നല്ലവരുണ്ട്. അല്ലാതെ ഇന്ന ജാതിയിലുള്ളവരെല്ലാം നല്ലവരെന്നോ ഇന്ന ജാതിയിലുള്ളവർ മോശമെന്നോ ഇല്ല. അതുകൊണ്ട് ഒരിക്കലും തെറ്റ് ചെയ്യുന്നവരെ ഒരിക്കലും ഒരിടത്തും ന്യായീകരിക്കരുത്, ഒരിക്കലും അവർക്ക് പിന്തുണയ്ക്കരുത്. അത് ഏത് ജാതിയോ മതത്തിലുള്ളവരായിക്കോട്ടെ, അവരുടെ ജാതിയിലും മതത്തിലുള്ളവർ തെറ്റ് ചെയ്താൽ അതാത് മതത്തിലുള്ളവരും ജാതിയിലുള്ളവരും തന്നെ ഈ തെറ്റ് ചെയ്തവർക്കെതിരെ സംസാരിക്കാൻ പഠിക്കണം. എന്നാൽ മാത്രമേ അവരും ഉയരത്തുള്ളൂ. അല്ലാതെ ഒരിക്കലും തെറ്റ് ചെയ്യുന്നവരെ ഒരു കാരണവശാലും പിന്തുണയ്ക്കരുത് എന്ന വിനീതമായ ഒരു അഭ്യർത്ഥന മാത്രമേ ഈ സമയത്ത് എനിക്ക് പറയാനുള്ളൂ. ശരി, വളരെ നന്ദി ശ്രീ കൃഷ്ണകുമാർ ഞങ്ങളോട് പ്രതികരിച്ചതിന്. പ്രശാന്തിലേക്ക് വീണ്ടും പോവുകയാണ്. പ്രശാന്ത്, എന്തായാലും വളരെ നിർണായകമായ ഒരു വഴിത്തിരിവിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു നിൽക്കുമ്പോൾ പോലീസിന് ഈ തുടർ നടപടികൾ എങ്ങനെയായിരിക്കും സ്വീകരിക്കുക? ഈ പ്രതികളോട് ഹാജരാകണം എന്ന് പോലീസ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവർ എവിടെയാണ് എന്നുള്ള കാര്യത്തിൽ പോലീസിന് ഇപ്പോഴും നിശ്ചയമില്ല. കാരണം കുടുംബം പറയുന്നതനുസരിച്ച് നേരത്തെ പോലീസ് ഇവരുടെ വീടുകളിലെത്തിയപ്പോൾ വക്കീലിനെ കാണാൻ പോയി എന്ന് പറഞ്ഞൊഴിഞ്ഞതല്ലാതെ എവിടെയാണ് എന്നുള്ളതിനെ സംബന്ധിച്ചൊരു വ്യക്തമായ ധാരണ പോലീസിന് ഇപ്പോഴുമില്ല. എന്തായാലും കൃത്യമായ ബാങ്ക് രേഖകൾ പോലീസിന്റെ കൈവശമുണ്ട്. തുടർ നടപടികളിലേക്ക് പോലീസ് എത്രയും വേഗം കടക്കുമെന്ന് തന്നെയല്ലേ അനുമാനിക്കേണ്ടത്? രോഹിണി, തീർച്ചയായും തുടർ നടപടികളിലേക്ക് പോലീസ്
അതിവേഗം കടക്കുമെന്ന് തന്നെ വേണം നമുക്ക് അനുമാനിക്കേണ്ടത്. കാരണം ഇനി കൂടുതൽ വിവരങ്ങൾ ഈ ബാങ്ക് രേഖകളുമായി ബന്ധപ്പെട്ട കൂടുതൽ രേഖകളും ഇനിയും പോലീസിന് സ്വീകരിക്കേണ്ടിയിരിക്കുന്നു. അതായത് നിലവിൽ ഈ ഒരു പ്രാഥമികമായ പരിശോധന നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ 66 ലക്ഷം രൂപ ഈ യുവതികളുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ എത്തിയെന്നതിന് സ്ഥിരീകരണം എന്തായാലും പോലീസിന് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിനുശേഷം ഇനി കൂടുതൽ വിവരങ്ങൾ, അതായത് എത്ര രൂപ വെച്ചാണ് ഓരോ വ്യക്തിയുടെയും ഓരോ യുവതികളുടെയും അക്കൗണ്ടിൽ എത്തിയത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസിന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അതായത് ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ ഒരു യുവതിയുടെയോ ജീവനക്കാരിയുടെയോ അക്കൗണ്ടിലല്ല ഈ 66 ലക്ഷം രൂപ എത്തിയിരിക്കുന്നത്. 3 പേരുടെയും അക്കൗണ്ടുകളിലായിട്ട് പല സമയങ്ങളിലായിട്ടാണ് എത്തിയിരിക്കുന്നത്. അതായത് ഈ പരാതിയിൽ ജി കൃഷ്ണകുമാറും മകളും പരാതി നൽകിയ ആ കാലഘട്ടത്തിൽ പറയുന്നത് 2024 മുതലുള്ള ഈ 2023 വരെ 25 വരെയുള്ള ഒരു വർഷക്കാലം, ആ ഒരു വർഷക്കാലത്തിൽ ഉള്ളിൽ ഉള്ള സമയത്തിലാണ് ഈ സാമ്പത്തിക തട്ടിപ്പ്, അതായത് ഈ മായിട്ടുള്ള ഇടപാടുകൾ അല്ലെങ്കിൽ പണം ഈ അക്കൗണ്ടിൽ എത്തിയത് എന്നതിന് സ്ഥിരീകരണം എന്തായാലും പോലീസ് ലഭിച്ചിരിക്കുന്നു. ഈ പരാതിയിൽ പറയുന്ന സമയത്തിന് ഏകദേശം ഒരു ആനുപാതികമായ രീതിയിലാണ് ഈ പെൺകുട്ടികളുടെ ജീവനക്കാരികളുടെ 3 പേരുടെയും അക്കൗണ്ടിൽ തുക എത്തിയത്, 66 ലക്ഷം രൂപ എത്തിയത്. അതിന് സ്ഥിരീകരണവും എന്തായാലും പോലീസിന് ലഭിക്കുകയും ചെയ്തു. ഇനി കൂടുതൽ തെളിവുകളും കൂടുതൽ ബാങ്ക് രേഖകളും അടക്കം ഇതിൽ സ്വീകരിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഓരോരുത്തരുടെയും അക്കൗണ്ടിൽ എത്തിയ തുക എത്രയാണെന്ന് അടക്കമുള്ള വേണം. അതോടൊപ്പം തന്നെ ഈ QR കോഡ് വഴി സ്കാൻ ചെയ്തത് എത്രയാണ് എന്നതടക്കമുള്ള വിവരങ്ങൾ വേണം. മറ്റ് ഡിജിറ്റൽ തെളിവുകൾ വേണം. അങ്ങനെ മറ്റ് ഡിജിറ്റൽ തെളിവുകൾ അടക്കം ശേഖരിച്ചുകൊണ്ടൊരു നടപടിയിലേക്ക്. ശരി, എന്തായാലും അതുമായി മുന്നോട്ട് പോകാൻ തന്നെയായിരിക്കും പോലീസ് ഇനി തീരുമാനിക്കുക എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പ്രശാന്ത് ശങ്കരമംഗലത്താണ് വിവരങ്ങൾ നൽകിയത്.